ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ വന്നത് ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ്. മറ്റൊന്നുമല്ല, എനിക്ക് വീട്ടിനുള്ളിൽ ഇരുന്നിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം കുഞ്ഞ് കിടന്ന് ഒച്ചയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അതിലും വലിയ പുകിലാണ്. ഇപ്പോൾ ഇന്ന് ക്ലൈമറ്റ് വളരെ മോശമായിരുന്നു. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു. ഭയങ്കര കാറ്റാണ്, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാമായിരിക്കും. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറകെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ. നമ്മൾ സംസാരിക്കാൻ വന്ന മാറ്ററതല്ല, നമ്മൾ സംസാരിക്കാൻ വന്നത് എക്സ്ക്ലൂസീവായിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് വിഷമം തോന്നിയതും ഒത്തിരി സങ്കടം തോന്നിയതുമായ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് പറയാൻ കാര്യം, ഇന്നലെ ഞാൻ അപ്ഡേറ്റ് ചെയ്തതേ ഉള്ളൂ ഒരു വീഡിയോ. അതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഞാൻ ഇന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇത്രയും നാളെ SBI ബാങ്ക് വഴി, അതായത് മാൽദീവ്സിൽ വന്നതിന് ശേഷം SBI ബാങ്ക് വഴി നമുക്ക് $450 ആയിരുന്നു ഇത്രയും നാൾ നമ്മൾ അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് അതിനൊരു അപ്ഡേറ്റ് വന്ന് ഇന്ന് രാവിലെ ഒരു ആയപ്പോഴാണ് നമുക്ക്, രാവിലെ എന്ന് പറഞ്ഞാൽ പറ്റ മോർണിംഗ് അല്ല, ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് നമുക്കൊരു അപ്ഡേറ്റ് കിട്ടിയത്. മെയിലായിട്ടൊക്കെ ഓരോ സ്റ്റാഫുകൾക്കും കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, മെയിലായിട്ടും മെസ്സേജായിട്ടും ഒക്കെ. അപ്പോൾ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി മുതൽ മാൽദീവ്സിൽ വന്നതിന് ശേഷം നമുക്ക് SBI ബാങ്ക് വഴി $150 ആകെ അയക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതായത് നാട്ടിലെ 13,000 രൂപയോളമാണ് നമുക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് പേഴ്സണലി ഒരുപാട് സങ്കടം തോന്നിയ ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ കാണാവുന്ന ഒരു വെള്ളക്കെട്ടിൽ വന്ന് ജോലി ചെയ്തിട്ട് നമ്മളെല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. ഏത് കൺട്രി പോയാലും നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ജോലിയാണ്, ശരിയാണ്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഒരു അപ്ഡേറ്റും തരാതെ പെട്ടെന്ന് തന്നെ ഇവർ വെട്ടിക്കുറയ്ക്കും. നമുക്ക് ഒത്തിരി മാനസികമായും ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒരു എമൗണ്ട്, അതായത് ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, ഏജൻസിയിൽ നിന്ന് മാറ്റി നമ്മൾ ഈ SBI ബാങ്ക് വഴി അയക്കുമ്പോൾ നമുക്ക് $5 കൃത്യമായിട്ട് നമുക്ക് കിട്ടുമായിരുന്നു ഒരു റുപ്പിയയ്ക്ക്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഇവർ മാറ്റിയ സ്ഥിതിക്ക് നമുക്ക് അത്രയും എമൗണ്ട് നമുക്ക് കുറയാണ്. ഓക്കെ, 13,000 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ ഇവരിത് പറ്റ കട്ടൗട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ $150 രൂപ എന്ന് പറയുന്നത് നമ്മളെ, അതായത് മലയാളീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു എന്താ പറയുന്നത്, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ ഗ്രൂപ്പിലെല്ലാവരുടെയും ഒരു സംസാരമൊക്കെ കേട്ട് എല്ലാവർക്കും തന്നെ ഒരു വിഷമമുള്ള ഇതുപോലെയാണ് ഫീൽ ചെയ്യണത്. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, നമുക്കൊരു ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നാട്ടിൽ അതിന് ഇത്ര രൂപ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ള ഒരു കണക്കൂട്ടലിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത് ഓരോ സ്ഥലത്തും. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പായി പോയിട്ട് ഇനി ഒരു 13,000 രൂപ അയക്കാം, 33 നേരെ 13 വരുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുന്നത്, എനിക്കറിയത്തില്ല അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. എനിക്ക് പേഴ്സണലി ഒരുപാട് സങ്കടം തോന്നിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇനി മുതൽ ഇപ്പം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇപ്പോൾ വേക്കൻസി ഓപ്പൺ ആണ്. അപ്പോൾ വീഡിയോസ് കണ്ട് ഒത്തിരി കാൻഡിഡേറ്റ് എനിക്ക് റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. അപ്പോൾ അവരോടും കൂടി ആയിട്ടാണ് ഞാൻ കുറേ പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 34,000 രൂപ ആകെ അയക്കാൻ പറ്റുള്ളൂ, ബാക്കി ഏജൻസി ത്രൂ ആണ് അയക്കണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ വരുന്ന കാൻഡിഡേറ്റിനും ഇപ്പം അപ്ലൈ ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്സിനോടും കൂടെ കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഇനി തൊട്ട് 13,000 രൂപയോളമാണ് SBI ബാങ്ക് വഴി അയക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് അയക്കാൻ പറ്റുന്നത് ഏജൻസി ത്രൂ ആണ്. പക്ഷേ അതിനുള്ളൊരു വ്യത്യാസം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 4.2, 4.3 ആ ഒരു റേഞ്ച് ആയിരിക്കും ഒരു റുപ്പിയയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ക്യാഷ് നഷ്ടമാണ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്ക് പേഴ്സണലി ഒരുപാട് എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും കുറേ പേര് ഇപ്പോൾ വിചാരിക്കുമായിരിക്കും 1-2 രൂപ പോകുന്നതിനാണ് അത്ര ബുദ്ധിമുട്ട്. പക്ഷേ ആ ഒരു ഉണ്ടാക്കുന്ന ആൾക്കറിയാം അത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെയാണ് പുതിയൊരു അപ്ഡേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്ത്. ഇന്നാണ് കിട്ടിയത്, അതായത് October 15 കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.